അടിപൊളിയായിട്ടുള്ളൊരു മാസന്മാരി ചെടിയാണ് കേട്ടോ ഇതിന് കോളിയാസ് പ്ലാന്റ് എന്ന് പറയും. ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ബുഷിയാക്കി വളർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നട്ട് കൊടുത്തിട്ട്, അതായത് പുതിയ തൈ നട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഒരു 5-6 ഇല വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 ഇലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തലഭാഗം ഒന്ന് നുള്ളിക്കളയാം. തലഭാഗം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ബുഷിയായിട്ട് നന്നായിട്ട് വളരും കേട്ടോ. കോളിയാസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെയിൽ ഇഷ്ടമുള്ള പ്ലാന്റാണ്. അതുപോലെ 100-ലധികം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 500-ലധികം വെറൈറ്റികൾ ഉണ്ടാവും. അത്രയ്ക്കും വെറൈറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ചെടിയാണ് കോളിയാസ് പ്ലാന്റ്. അപ്പോൾ വെയിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇലകൾക്കുള്ള ഒരു ചേഞ്ചിങ് വരുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ കണ്ടാൽ അറിയാം, നമുക്കറിയാം 3 കളറിങ് ഉണ്ടല്ലോ. ഒരു പിങ്ക്, ഒരു ഗ്രീന്, ഒരു നല്ലൊരു എന്താ പറയുക കോഫി കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു നല്ലൊരു വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ഗ്രോ ബാഗിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നട്ട് വെച്ചത് ഞാൻ കുറച്ച് നല്ല തണലുള്ള ഏരിയയിലാണ് വെച്ചത്. നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് വെയിലത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടിപ്പോൾ ഒരാഴ്ചയൊക്കെയായി വേരൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. നമുക്ക് ഈ കോളിയാസ് പ്ലാന്റ് പിടിപ്പിക്കുന്ന സമയത്ത് ഒരാഴ്ച നമ്മൾ തണലുള്ള ഏരിയയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു വെയിലത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. വെയിലാണ് ഇതിന് വേണ്ടിയത്. ഇപ്പോൾ ഒരുപാട് കളറിങ്ങിൽ, അതായത് അത് മാത്രം മതി നമ്മുടെ ഗാർഡൻ മനോഹരം